ഹലോ ഗൈസ്, എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ ഒരുപാട് കാലത്തെ ആഗ്രഹമായിരുന്നു ബൈ റോഡ് ട്രിപ്പ് പോകാനും ഞങ്ങൾ പോകുന്ന ട്രിപ്പിൻ്റെ വീഡിയോസ് എല്ലാം എടുത്ത് ഞങ്ങളുടെ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യാനും. അപ്പോൾ അങ്ങനെ ചെറിയൊരു ലീവും തട്ടിക്കൂട്ടി ഞങ്ങളൊരു ട്രിപ്പ് അടിക്കാൻ തീരുമാനിച്ചു. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ആതിരപ്പള്ളി വാട്ടർഫാൾസ് കാണാനാണ്. ആതിരപ്പള്ളിയിലെ വിശേഷങ്ങൾ അറിയാനും ഞങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങൾ അറിയാനും ഇപ്പോൾ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. തീർച്ചയായും ഞങ്ങളെ നന്നായി മോട്ടിവേറ്റ് ചെയ്യുന്നൊരു കാര്യമാണ് നിങ്ങൾ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത്. ഇനി നമുക്ക് ആതിരപ്പള്ളിയിലെത്തിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. അങ്ങനെ ഞങ്ങൾ ആതിരപ്പള്ളി ഇൻഫോർമേഷൻ സെൻറ്ററിലെത്തി. തൃശ്ശൂരിൽ നിന്ന് അറൗണ്ട് 40 കിലോമീറ്റർ ഉണ്ട് ഇങ്ങോട്ട്. ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ ടിക്കറ്റ് വാങ്ങേണ്ടത്. അഡൽസിന് പെർ ഹെഡ് 50 രൂപയും പിന്നെ വണ്ടിക്ക് കാറാണെങ്കിൽ 30 രൂപയും. അങ്ങനെ ഓരോ വണ്ടിക്ക് ഓരോന്നാണ് ടിക്കറ്റ് റേറ്റ്. നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് കളക്ട് ചെയ്യാം. ഇതല്ലെങ്കിൽ ആതിരപ്പള്ളി എൻട്രി പോയിൻറ്റിൻ്റെ അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഇവിടെ ബൈ ഹാൻഡ് ക്യാഷ് വാങ്ങത്തില്ല, ഏതർ ബൈ കാർഡ് അല്ലെങ്കിൽ UPI. ഇതാണ് ഇവിടെ പേയ്മെൻറ്റ് ഓപ്ഷൻ. ഇവിടെ നിന്ന് കിട്ടുന്ന ടിക്കറ്റ് കളയരുത്, സൂക്ഷിച്ച് വെക്കുക. ഇവിടുന്ന് ഒരു 5 കിലോമീറ്റർ അകലെയാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടം. അപ്പോൾ അവിടെ പോകാനും ഈ ടിക്കറ്റ് തന്നെ മതി. അപ്പോൾ ഇത് കളയാതെ തന്നെ സൂക്ഷിച്ച് വെച്ചോളൂ. ഓക്കെ, നോക്കുക ഗൈസ്, എന്ത് അടിപൊളി സ്പോട്ടാണ്. നമ്മൾ ടിക്കറ്റ് എടുത്തതിൻ്റെ ആ ഒരു ഏരിയ തന്നെയുള്ളൊരു സ്പോട്ടാണ്. ഇവിടെ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം മുഴുവൻ കാണാനും പറ്റും, ആ വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കാനും പറ്റും. ഇവിടുന്ന് എനിക്ക് തോന്നിയത്, സപ്പോസ് ആതിരപ്പള്ളിയിലേക്ക് നടന്ന് ട്രക്ക് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഈ ഒരു സ്പോട്ടിൽ നിന്നാൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നതാണ്. സോ ഈ ഒരു സ്പോട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ. തൃശ്ശൂർ സൈഡിൽ നിന്നുള്ള ടിക്കറ്റ് കൗണ്ടറിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു സ്പോട്ടാണ്. പാർക്കിംഗ് അത്ര സെറ്റായിട്ട് കിട്ടത്തില്ല, നമുക്ക് പാർക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്തേ ചെയ്യാൻ പറ്റുള്ളൂ. എന്നാലും നമുക്ക് ഒപ്പിക്കാം. ഇവിടെ നല്ല തിരക്കായിരുന്നു. ഇന്നൊരു ഓഫ് ഡേ അല്ലായിരുന്നിട്ട് പോലും നല്ല തിരക്കായിരുന്നു. ഞങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാൻ കിട്ടിയ ഒരു സ്പോട്ട് എന്ന് പറയുന്നത് അറൗണ്ട് എനിക്ക് തോന്നുന്നു ഒരു 100-200 മീറ്റർ മാറിയാണ് ഞങ്ങൾക്ക് കാറ് പാർക്ക് ചെയ്യാൻ സ്പോട്ട് കിട്ടിയത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ ആതിരപ്പള്ളിയിലേക്ക് നടക്കുകയാണ്. ഹലോ വൈഫ്, നല്ല എക്സൈറ്റഡ് ആണ്. ആദ്യമായിട്ടാണ് ഇവിടെ പോകുന്നത്. പക്ഷേ 200 മീറ്റർ നടന്നപ്പോൾ തന്നെ ചെറുതായിട്ട് മടുത്തു. ഓക്കെ, അങ്ങനെ ഞങ്ങൾ ഈ എൻട്രൻസിലെത്തി. ഇവിടെയുണ്ട് ഒരു ടിക്കറ്റ് കൗണ്ടർ. ഇവിടുത്തെ എൻട്രി ടൈം എന്ന് പറയുന്നത് രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെയാണ്. അതിന് മുമ്പ് നമ്മൾ വന്നാൽ 8 മണി വരെ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ഈ ബോർഡ് കണ്ടില്ലേ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഈ പുറത്ത് കാണുന്ന കുരങ്ങന്മാരും അകത്ത് കാണുന്ന കുരങ്ങന്മാരും അവർ നല്ല ഡിഫറൻസ് ഉണ്ട്. അകത്തുള്ള കുരങ്ങന്മാർ നല്ല അഗ്രസീവാണ്. നമ്മുടെ കയ്യിൽ സോഫ്റ്റ് ഡ്രിങ്ക്സോ ഫുഡ് പാക്കറ്റ്സോ ഒക്കെ കാണുകയാണെങ്കിൽ അവർ നമ്മുടെ അടുത്ത് നിന്ന് തട്ടിപ്പറിക്കാൻ ഓരോ സൗണ്ട് ഉണ്ടാക്കി നമ്മുടെ പുറകെ വരും. ചെറിയ കുട്ടികൾക്ക് ഇങ്ങനെ കളറുള്ള എന്തെങ്കിലും സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ച് അവിടെ കൊടുത്താൽ ഈ കുരങ്ങന്മാർ അവരെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്ല, കയ്യിലുള്ള ഫുഡ് ഐറ്റംസ് പരമാവധി ഇതിൻ്റെ ഉള്ളിൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന് 2 വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഒന്ന് ടോപ്പിൽ നിന്നുള്ള വ്യൂ, ഒന്ന് താഴെ നിന്നുള്ള വ്യൂ. ഈ ടോപ്പ് വ്യൂവിലേക്കുള്ള വാക്ക് ഈസി ടു മോഡറേറ്റ് ഡിഫിക്കൽട്ടാണ്. നമ്മൾ മടുത്തു പോകും, ബട്ട് മാനേജബിൾ ആണ്. ഈ മരങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വലിയ വെയിലൊന്നുമില്ല. സാവധാനം നടന്ന് എത്തി. എന്നാലും കാലൊക്കെ തെന്നാനുള്ള സാധ്യതയുണ്ട്, ശ്രദ്ധിച്ചു പോകണം. അങ്ങനെ ടോപ്പ് വ്യൂ എത്തിയേക്കുവാണ്. ആ കാണുന്നതാണ് ആ പ്രസിദ്ധമായ ഹട്ട്. ഇത് 2002 ഇവിടെ ഗാർഡ്സിനെ വെക്കാൻ വേണ്ടി ആക്കിയതാണ്. ഇവിടെ വന്നപ്പോൾ ഒരു അടിപൊളി വ്യൂ കണ്ടു. ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു മഴവില്ല, ഈ ഒരു റെയിൻബോ എഫക്റ്റ് കാണാൻ പറ്റുമെന്ന്. അടിപൊളിയായിട്ട് ഞാൻ എൻ്റെ വീടെടുക്കാൻ നോക്കിയിട്ടുണ്ട്. എങ്ങനെയുണ്ടെന്ന് ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. മേളത്തെ വ്യൂ പോയിൻ്റ് എന്നുള്ള കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ താഴേക്ക് ഇറങ്ങിയാണ്. താഴേക്ക് പോകുന്നത് ഒരു 100-200 മീറ്ററിനടുത്തുള്ള ദൂരമുണ്ട്. സോ ബാക്കി വിശേഷങ്ങൾ താഴെ എത്തിയിട്ട് കാണാം. എന്താ ഈ വഴീനെ പറ്റിയുള്ള അഭിപ്രായം? എങ്ങനെയുണ്ട് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം? എങ്ങനെ ഈസി ആക്കായിരുന്നു? എങ്ങനെ ഈ കാട്ടിക്കൂടിയോ? റൈഡിലൊന്നും വന്നൊക്കെ ത്രില്ലുണ്ടാവില്ല, അതുകൊണ്ടാണ് നടന്നു വരുന്നത്. ഇനിയെന്താ നമ്മുടെ അടുത്ത പ്ലാന്? നമ്മളിതുവരെ താഴെ എത്തിയിട്ടില്ലല്ലോ. അതെ, ഞങ്ങൾ ഒരു അരമണിക്കൂറായി നടക്കാൻ തുടങ്ങിയിട്ട് ഇതുവരെ താഴെ എത്തിയിട്ടില്ല.
പോകണോ? ഓക്കെ, നടന്ന് അതിൻ്റെ അടിവാരം എത്തി. കുറച്ച് ദൂരം കൂടി ഉള്ളൂ. പിന്നെ പണ്ട് എല്ലാവരും പറയുന്നുണ്ട് ആതിരപ്പള്ളി പോയി അട്ട കടിച്ചിരുന്നു. പക്ഷേ ഇവിടെ അങ്ങനെ ഇപ്പോൾ ഈ വഴി ഇങ്ങനെ നല്ലതായതുകൊണ്ടാണെന്ന് തോന്നുന്നു, അങ്ങനെ അട്ടയുള്ളതായിട്ടൊന്നും തോന്നുന്നില്ല. ഇപ്പോഴേ അടുത്തെങ്കിൽ പിന്നെ നമ്മളിനി എവിടെ പോകുന്നത്? പുലിമലയോ മീശ പുലിമലയോ എവിടെയാണ്? ഒരു പോയിന്റാണ്. നമ്മളിനി അങ്ങോട്ടാ പോവാ ഇത് കഴിഞ്ഞാൽ? മൂന്നാർ എവിടെ? ബസ് സ്റ്റാൻഡിലോ? അങ്ങനെ നടന്നും റെസ്റ്റ് എടുത്തും ഇരുന്നും അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. സോ ഇതാണ് താഴെ നിന്നുള്ള ആതിരപ്പള്ളി വാട്ടർഫാൾസിൻ്റെ വ്യൂ. എങ്ങനെയുണ്ട്? കിടുവല്ലേ? ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫുൾ പവർ കാണാൻ നല്ല മഴയുള്ളപ്പോൾ വരണം. ഈ ഓഗസ്റ്റ് ടു സെപ്റ്റംബർ, ജൂൺ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ ഇവിടെ ഫുൾ ടൈം ഓപ്പൺ ആണ്. എക്സെപ്റ്റ് റെഡ് അലേർട്ട് ഇല്ലാത്ത എല്ലാ ടൈമിലും, ഈവൻ ഓറഞ്ച് അലേർട്ട് ഉള്ളപ്പോൾ പോലും വെള്ളച്ചാട്ടം ഓപ്പൺ ആണ്, നമുക്ക് വന്ന് കാണാം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നല്ല മഴയുള്ളപ്പോൾ ഈ കല്ല് മൊത്തം തെന്നാൻ സാധ്യതയുണ്ട്, നമ്മൾ വീഴാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൂടെ ശ്രദ്ധിക്കുക. ഇത് 2018 ഫ്ലഡിന് ശേഷം വന്ന മരങ്ങളാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു ടൈമിൽ ഈ വെള്ളച്ചാട്ടം ഇത്രയും കയറിയിരുന്നു. ഒരു അടിപൊളി ഒരു സ്പോട്ട് തന്നെയാണ്, ഒന്ന് കണ്ടിരിക്കേണ്ട ഒരു വെള്ളച്ചാട്ടമാണ്. ഇതിന് അപ്രോക്സിമേറ്റ് 24 മീറ്ററാണ് ഇതിൻ്റെ ഉയരവും, 100 മീറ്ററിന് മുകളിൽ ഇതിൻ്റെ വീതിയും ഉണ്ട്. ചാലക്കുടി പുഴയുടെ ഭാഗമാണ് ഈ വെള്ളച്ചാട്ടം. സോ ഇതൊക്കെയാണ് ഗൈസ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തെക്കുറിച്ചുള്ള വിശേഷങ്ങൾ. ഇനി ഞങ്ങൾ തിരിച്ച് മുകളിലേക്ക് കയറുകയാണ്. ഈ നടന്ന വഴി മൊത്തം ഞങ്ങൾ ഇനി മുകളിലേക്ക് കയറണം. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. ഒരുപാട് നടന്നു, നന്നായി മടുത്തു, പക്ഷേ കൊള്ളായിരുന്നു. ഇവിടെ ഞങ്ങളൊരു ബോട്ടിൽ വെള്ളം വാങ്ങി. MRP 20 രൂപയാണ്, പക്ഷേ ഞങ്ങളുടെ ഒരു 30 രൂപ മേടിച്ചു. എന്നിട്ട് അവർ അതിലൊരു സ്റ്റിക്കർ ഒട്ടിച്ചു തന്നു. നമ്മൾ ഈ കൊണ്ടുവന്ന വെള്ളക്കുപ്പി ഇവിടെ ഇവിടെയും കളയാതിരിക്കാനാണ് കേട്ടോ അവരിങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഈ ബോട്ടിൽ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോൾ അവർ ഈ സ്റ്റിക്കർ ചുരണ്ടിക്കളഞ്ഞിട്ട് അഡീഷണലായി മേടിച്ച 10 രൂപ ഞങ്ങൾക്ക് തിരിച്ചു തരും. ഇനി അടുത്ത സ്പോട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഞങ്ങളുടെ പ്ലാൻ മൂന്നാറിലേക്കാണ്. സോ അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. ഞങ്ങളത് തീർച്ചയായിട്ടും ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു.